ആദ്യം നമുക്ക് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 പീസോളം ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ പീസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പീസസൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഇപ്പോൾ എന്താ നന്നായിട്ട് തിളച്ച് ആ പീസസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ ബോണിൽ നിന്ന് ഈ ചിക്കൻ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബീൻസ്, ക്യാരറ്റ്, സവാള കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്തായാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് ബോണും ചിക്കനുമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എഗ് വൈറ്റ് ആണ്. അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ് വൈറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ, ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ, ഒരു 4 ടീസ്പൂണോളം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി അവസാനം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിനിടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്.